പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എങ്ങും ഉയർന്നുകേട്ട ഒരു പരാതിയായിരുന്നു സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല, ഒരിടത്തും പ്രവേശിക്കാൻ സാധിക്കില്ല, ഒരിടത്തുകൂടെയും സ്വാതന്ത്ര്യമായി സമാധാനത്തോടെ വഴി നടക്കാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ പോലീസ് തടയുകയും റോഡുകൾ അടയ്ക്കുകയും അതുപോലെ സെക്രട്ടേറിയറ്റ് എന്ന ഭരണസ്ഥിരാകേന്ദ്രത്തിന് ഉള്ളിൽ പ്രവേശിക്കാനൊക്കെ കടുത്ത നിയന്ത്രണങ്ങളും കർശനമായ വിലക്കും ഒക്കെയായിരുന്നു പലപ്പോഴും. വി.ഡി. സതീശൻ അധികാരത്തിൽ വന്ന ശേഷം സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചു വരികയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച മുതൽ അവിടെ സാധാരണക്കാരായ ആളുകൾക്ക്, അതായത് സാധാരണ ജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്കും ശക്തമായ നിയന്ത്രണമാണ് സെക്രട്ടേറിയറ്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇത് പരിശോധിക്കേണ്ട വിഷയമാണ്. അക്രഡിറ്റേഷൻ ഉള്ള ഗവൺമെന്റ് PRD അക്രഡിറ്റേഷൻ ഉള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും സെക്രട്ടേറിയറ്റിനുള്ളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും ആവശ്യത്തിനായാലും കടന്നു ചെല്ലണമെങ്കിൽ മുൻകൂർ അനുവാദം വേണം, അല്ലെങ്കിൽ അതുപോലെയുള്ള നിയന്ത്രണങ്ങൾ മറികടക്കണം എന്ന വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് മനസ്സിലാകുന്നത്. മറ്റൊരു പിണറായിസത്തിലേക്ക്, അല്ലെങ്കിൽ ഈ നിയന്ത്രണവും മറ്റു കാര്യങ്ങളും ഏർപ്പെടുത്തുന്നതിൽ മറ്റൊരു പിണറായി സ്വഭാവത്തിലേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തുകയാണോ എന്ന് പല ഇടതുപക്ഷ മാധ്യമങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 19-ാം തീയതി ബജറ്റാണ്. ഈ ബജറ്റിനോട് അനുബന്ധിച്ചുള്ള പരിപാടികളും അതുപോലെയുള്ള ചില ഫയലുമായി ബന്ധപ്പെട്ട ചില ക്രയവിക്രയങ്ങളും നടപടികളും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു സംഭവം ഇവിടെ നിയന്ത്രണം കൊണ്ടുവന്നത് എന്നാണ് സർക്കാരിൽ നിന്ന് മനസ്സിലാകുന്നത്. സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന അതുതന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുതന്നെയാണ് പറയുന്നത്. ഈ നിയന്ത്രണങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ സാധാരണഗതിയിലുള്ള സെക്രട്ടേറിയറ്റ് എന്ന നിലയ്ക്കുള്ള നിയന്ത്രണങ്ങളിലേക്ക് മാത്രം എത്തും. മാധ്യമപ്രവർത്തകർക്കുള്ള ആ ഒരു നിയന്ത്രണം, ഇപ്പോഴുള്ള നിയന്ത്രണം നീക്കി സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകർക്ക് ഇതുവരെ എങ്ങനെ പ്രവർത്തിക്കാമോ ആ രീതിയിലൊക്കെ തന്നെ സെക്രട്ടേറിയറ്റിലും മറ്റ് ഓഫീസുകളിലും പ്രവേശിക്കാം എന്നുള്ള ഒരു വിശദീകരണം ഈ ഒരു വാർത്തയ്ക്ക്, ഈ സെക്രട്ടേറിയറ്റിലെ മാധ്യമ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയന്റെ അതേ പാതയാണോ വി.ഡി. സതീശൻ പിന്തുടരുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ബജറ്റ് 19-ാം തീയതിയാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിണറായി മോഡൽ ആവർത്തിച്ച് UDF എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ ചിലത് വാർത്ത നൽകുന്നത്. സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ മറവിലാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള പുതിയ വിലക്കുകൾ സർക്കാർ ഒളിച്ചു കടത്തിയിരിക്കുന്നത് എന്നാണ് ആരോപണം. ഇനി മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അക്രഡിറ്റേഷനുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും മുൻകൂട്ടി അനുമതി വാങ്ങാതെ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന വിചിത്രമായ ഉത്തരവാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥിരാകേന്ദ്രത്തിലേക്ക് വാർത്തകൾ ശേഖരിക്കാൻ എത്തുന്നവർക്ക് മുന്നിൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് ഈ പുതിയ നിയമം. പുതിയ പരിഷ്കാരങ്ങൾ അനുസരിച്ച് മാധ്യമ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് കവാടത്തിൽ എത്തിയാൽ സുരക്ഷാ ജീവനക്കാർ അവരെ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള PRD റൂമിലേക്ക് മാറ്റും. അവിടെ വെച്ച് തങ്ങൾ ഏത് വകുപ്പിലെ ഉദ്യോഗസ്ഥരെയാണോ അല്ലെങ്കിൽ ഏത് മന്ത്രിയെയാണോ കാണാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ കൃത്യമായ അനുമതി ലഭിച്ചാൽ മാത്രമേ അകത്തേക്ക് പ്രവേശനം അനുവദിക്കൂ. വാർത്തകൾ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട മാധ്യമ പ്രവർത്തകരെ മണിക്കൂറുകളോളം കാത്തിരിപ്പിന്റെ ചുവപ്പുനാടയിൽ കുടുക്കിയിടാൻ ഈ പുതിയ സംവിധാനം കാരണമാകുന്നു എന്നും പരാതിയുണ്ട്. ഇത് അടിയന്തരമായി ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി, പൊതുഭരണ വകുപ്പ് ഒക്കെ തന്നെ നേരിട്ട് ഇടപെട്ട് മാധ്യമ പ്രവർത്തകർക്കുള്ള സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണം, അവരുടെ നിയന്ത്രണം എടുത്തു കളയണം എന്ന ആവശ്യം പൊതുവെ ശക്തമാകുന്നുണ്ട്.